നിങ്ങൾ എന്ത് ചെയ്യും? വെപ്രാളം പിടിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ ഈ ആശ്രയിക്കുന്ന ആരായിരിക്കും? സ്റ്റിയറിങ്ങിനെ ആയിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് സ്റ്റിയറിങ് വണ്ടി കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടി സ്റ്റിയറിങ്ങിനെ നിങ്ങൾ എന്ത് ചെയ്യും? പെട്ടെന്ന് തിരിക്കാൻ നോക്കും. ആ സമയത്ത് എന്ത് ചെയ്യും? ക്ലച്ചിൽ നിന്ന് കാർ എടുത്തുകൊണ്ട് പോകും. അപ്പൊ നിങ്ങൾ ആ കൺട്രോൾ ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ സ്റ്റിയറിങ്ങിനെക്കാളും മെയിനായിട്ട് കൺട്രോൾ ചെയ്യേണ്ട ആരെയാ? ക്ലച്ചിനെയാണ്. സത്യത്തിൽ ഹാഫ് ക്ലച്ച് എന്ന് പറഞ്ഞ സംഭവം ഇല്ല. നമ്മൾ എന്തിനാ ഹാഫ് എന്ന് പറയാനുള്ള എന്തിന്റെ പകുതിക്കാണ് നമ്മൾ ഹാഫ് എന്ന് പറയുന്നത്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് എങ്ങനെയാണ് എളുപ്പത്തിൽ ക്ലച്ച് കൺട്രോളിങ്, ക്ലച്ച് തെറ്റാതെ എങ്ങനെ കൃത്യമായിട്ട് പഠിച്ചെടുക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു ഡീറ്റെയിൽ ആയ വീഡിയോ ആണ്. കൃത്യമായിട്ട് ഹാഫ് ക്ലച്ച് മനസ്സിലാക്കി എങ്ങനെ ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് തുടക്കക്കാർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, അത് യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തുടങ്ങി നമ്മൾ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടെ ഷെയർ വെച്ച് കൊടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് എങ്ങനെയാണ് കൃത്യമായിട്ട് നമ്മളെ ഒരു ക്ലച്ച് പഠിച്ചെടുക്കുക. കൃത്യമായിട്ട് ഈ ക്ലച്ചിനെ പറ്റി ഒരു ധാരണയില്ലാത്തതാണ് പലർക്കും പേടികൾ ഉണ്ടാകുന്നത്. വീട്ടിൽ നിന്ന് ഇറക്കാനായാലും പാർക്ക് ചെയ്യാനാണെങ്കിലും ട്രാഫിക് ബ്ലോക്കിലൂടെയൊക്കെ ആണെങ്കിലും ഇവിടെ എല്ലാം നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ക്ലച്ചാണ്. അപ്പൊ കൃത്യമായിട്ട് അതിന്റെ ക്ലച്ച് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നറിയാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പേടികൾ ഉണ്ടാകുന്നതും വാഹനം ഓഫായി പോകുന്നതും. എങ്ങനെയാണ് കൃത്യമായിട്ട് നമ്മൾ ക്ലച്ച് പഠിക്കാന്ന് വെച്ചാൽ ഞാൻ പല വീഡിയോകളിലായി പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതെങ്ങനെയാണ് ക്ലച്ച് നമ്മൾ പഠിച്ചെടുക്കുക എന്നുള്ളത്. അതിന്റെ ഒരു കണക്ക് പറയാം. അതായത് താഴെ 0 മുകളിൽ 100, താഴെ 0 മുകളിൽ 100. അപ്പൊ നമ്മളെല്ലാം പറയാറുണ്ട് ഈ പകുതി ആകുമ്പോൾ ഹാഫ് ക്ലച്ച് എന്ന് പറയാറുണ്ട്. സത്യത്തിൽ ഹാഫ് ക്ലച്ച് എന്ന് പറഞ്ഞ സംഭവം ഇല്ല. നമ്മൾ എന്തിനാ ഹാഫ് എന്ന് പറയാനുള്ള എന്തിന്റെ പകുതിക്കാണ് നമ്മൾ ഹാഫ് എന്ന് പറയുന്നത്. ഇപ്പൊ പുതിയ വണ്ടിയൊക്കെ ആണെങ്കിൽ ഒരു 25, 30 ഒക്കെ ആകുമ്പോഴേ വണ്ടി മൂവ് ആയി തുടങ്ങും. അതേപോലെ തന്നെ ഇടത്തരം വാഹനമൊക്കെ ആകുമ്പം ഒരു 30, 35 ഒക്കെ ആകുമ്പോഴേ മൂവ് ആവുള്ളൂ. പഴയ വണ്ടി ആകുമ്പോഴോ ഒരു 60, 65 ആകാതെ വണ്ടി മൂവ് ആവില്ല. അവന്റെ മുകളിലായിരിക്കും ക്ലച്ച് തുടക്കം. എന്നിട്ട് എന്ത് ചെയ്യുക? ഹാഫ് ക്ലച്ച് എന്ത് ചെയ്യും? ഹാഫ് എന്നല്ല പറയണ്ട, ബൈറ്റിൻ പോയിന്റ് എന്ന് വേണം പറയാൻ. ഇതിന്റെ സ്റ്റാർട്ടിങ്ങിന്റെ പോയിന്റിനാണ് ബൈറ്റിൻ പോയിന്റ് എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മളിപ്പോ താഴെ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് ആ പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ബൈറ്റിൻ പോയിന്റ് ഉണ്ടല്ലോ. അതായത് ക്ലച്ചിൽ നിന്ന് നമ്മളിങ്ങനെ കാലെടുക്കുന്ന സമയത്ത് ഒരു വൈബ്രേഷൻ ഉണ്ടാകും. അത് ഞാൻ പറഞ്ഞല്ലോ, പഴയ വണ്ടിയും പുതിയ വണ്ടിയും വ്യത്യാസം ഉണ്ടാകും. അപ്പം ക്ലച്ചിൽ നിന്ന് സ്റ്റാർട്ടിങ് ആകുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ വണ്ടി മൂവ് ആകുന്ന വണ്ടി ഉണ്ട്, അത് പുതിയ വണ്ടികളൊക്കെ ആകുമ്പോഴാണ്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നമ്മളെ താഴെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങി വരുന്ന സമയത്ത് ഒരു വൈബ്രേഷൻ ഇവിടെ അനുഭവപ്പെടും. ഒരു ജെർക്കിംഗ് സൗണ്ടും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം ബൈറ്റിംഗ് പോയിന്റ് ആയി. അത് ക്ലച്ചിൽ ബാക്കിലേക്കും പോയി ഇനിയും ഫ്രണ്ടിലേക്കും ഉരുളാത്ത ആ ഒരു രീതി നിൽക്കുവാണ്. അപ്പൊ അവിടെ നിന്ന് നമ്മൾ ബ്രേക്കിൽ നിന്ന് മാറ്റി എന്ത് ചെയ്യുക? മെല്ലെ എടുക്കുക. കാരണം നമ്മൾ ആ സിറ്റുവേഷൻ പിന്നെ എടുക്കുന്ന സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കണം. അതായത് ചിലപ്പോൾ നമ്മൾ വീട്ടിന്റെ മുറ്റത്തുനിന്ന് എടുക്കുന്നതായിരിക്കാം, ചിലപ്പോൾ നമ്മൾ കാർ പോർച്ചിൽ നിന്ന് എടുക്കുന്നതായിരിക്കും, ചിലപ്പോൾ നമ്മൾ ഇടുങ്ങിയ സ്ഥലത്തൂടെ പോകുമ്പോഴായിരിക്കും, ചിലപ്പോൾ ടേൺ ചെയ്യുമ്പോഴായിരിക്കും, ചിലപ്പോൾ നമ്മൾ ട്രാഫിക് ബ്ലോക്കിലായിരിക്കും, ചിലപ്പോൾ നമ്മൾ റിവേഴ്സ് എടുക്കാൻ നേരമായിരിക്കും. സ്പേസ് കൂടിയ റിവേഴ്സ് ഉണ്ടാകും. അതായത് നമുക്ക് സ്പേസ് കൂടുതലുള്ളത് റിവേഴ്സ് എടുക്കാനായിരിക്കും. ചിലപ്പോൾ സ്പേസ് കുറഞ്ഞിടത്തായിരിക്കും, തിരിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ എടുക്കേണ്ടത്. അപ്പൊ ഓരോരുത്തടത്തും എടുക്കുന്ന സമയത്ത് നമ്മൾ ക്ലച്ചിൽ നിന്ന് എന്ത് ചെയ്യരുത്? നിങ്ങളടുത്ത് ഓടരുത്. ആ സിറ്റുവേഷൻ അനുസരിച്ച് വേണം നിങ്ങൾ ക്ലച്ച്. കാരണം നമ്മൾ മുന്നോട്ട് മൂവ് ആയിക്കൊണ്ട് പോകാനാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പതിയെ ക്ലച്ചിൽ നിന്ന് കാലെടുക്കാം. അതേ സമയത്ത് നമ്മൾ ആ സ്റ്റിൽ ചെയ്ത്, അതായത് ആ സ്പീഡ് കൂടാതെ തന്നെ ആ വണ്ടി മൂവ് ആകാനും ഉണ്ട്, ആ മൂവ് ആകുന്ന കൂട്ടത്തിൽ തിരിയാനും കാണും. അപ്പൊ ആ സമയത്ത് നമ്മുടെ തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യും? ആ സ്പീഡിൽ ആ ഒരു കൺട്രോൾ ചെയ്തുകൊണ്ട് സ്റ്റിയറിംഗ് തിരിക്കാനുള്ള കൺട്രോൾ കിട്ടാത്തതുകൊണ്ടാണ് വണ്ടി പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യും? വെപ്രാളം പിടിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ ഈ ആശ്രയിക്കുന്ന ആരായിരിക്കും? സ്റ്റിയറിങ്ങിനെ ആയിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് സ്റ്റിയറിംഗ് വണ്ടി കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടി സ്റ്റിയറിങ്ങിനെ നിങ്ങൾ എന്ത് ചെയ്യും? പെട്ടെന്ന് തിരിക്കാൻ നോക്കും. ആ സമയത്ത് എന്ത് ചെയ്യും? ക്ലച്ചിൽ നിന്ന് കാർ എടുത്തുകൊണ്ട് പോകും. അപ്പൊ നിങ്ങൾ ആ കൺട്രോൾ ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ സ്റ്റിയറിങ്ങിനെക്കാളും മെയിനായിട്ട് കൺട്രോൾ ചെയ്യേണ്ട ആരെയാ? ക്ലച്ചിനെയാണ്. അപ്പൊ നമ്മൾ ഒരു കാരണവശാലും ക്ലച്ചിൽ എന്ത് ചെയ്യരുത്? എടുത്തുകൊണ്ട് ഓടരുത്. കാരണം പ്രത്യേകിച്ച് നമ്മൾ ഈ ക്ലച്ചിൽ നമ്മൾ ഈ ടേൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ സ്റ്റിയറിംഗ് നമുക്ക് ലെഫ്റ്റോട്ട് തിരിയണം. ആ ലെഫ്റ്റോട്ട് തിരിയുന്ന സമയത്ത് നമുക്ക് നടന്നാ കയറേണ്ടത്. അപ്പൊ ആ ക്ലച്ചിന്റെ കൺട്രോളിൽ തന്നെ വണ്ടി ഉരുണ്ട് കയറി വാഹനം നേരെ ആകാതെ എന്ത് ചെയ്യരുത്? നിങ്ങൾ ക്ലച്ചിൽ നിന്ന് മുടിനെടുത്തിട്ട് പോയത്. കാരണം ആ സമയത്തൊക്കെ ക്ലച്ചിൽ നിന്ന് മുടിനെടുത്താൽ സംഭവിക്കും, തെറിച്ച് വണ്ടി കയ്യിൽ നിന്ന് പോകും. ആ സമയത്ത് നമുക്ക് സ്റ്റിയറിംഗ് പെട്ടെന്ന് തിരിഞ്ഞ് കിട്ടണമെന്നില്ല. കാരണം സ്പീഡ് വണ്ടിക്കായി ക്ലച്ചിൽ കാണിക്കുമ്പോഴത്തേക്കും വണ്ടിക്ക് സ്പീഡാവും. തിരിഞ്ഞു കിടക്കുന്ന വണ്ടിയാണ്, നിവർത്താനുള്ള ആ ഒരു പെട്ടെന്ന് ചെയ്യാനുള്ള ആ ഒരു ബാലൻസ് നമുക്കായി കാണത്തില്ല. അപ്പൊ അന്ന് നമുക്ക് പേടിയുണ്ടാവും. അപ്പൊ ഈ ക്ലച്ചിൽ നിന്ന് നമ്മൾ എടുത്തോണ്ട് പോകാതിരുന്നത്, കാരണം നമുക്ക് നടന്നു കയറിയാൽ മതി. അപ്പൊ ക്ലച്ച് നമ്മൾ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്ത്, അഥവാ നമുക്ക് തിരിക്കാൻ ചില താമസിച്ചാൽ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ക്ലച്ചിൽ എടുത്തോണ്ട് ഓടാതെ ഒരു സ്വല്പം കൂടെ സ്പീഡ് നമുക്ക് കൺട്രോൾ, നമുക്ക് അതായത് സ്റ്റിയറിംഗ് തിരിക്കാൻ കഴിയുന്നില്ല, ഒന്ന് സ്വല്പം കൂടെ ക്ലച്ച് ഒന്നുകൂടെ താത്ത് കൊടുത്തുകൊണ്ട് പതിയെ വീണ്ടും ആ വണ്ടി ക്ലച്ച് താത്ത് കൊടുത്തിട്ട് പതിയെ വീണ്ടും എടുത്ത് എന്ത് ചെയ്യുക?
വാഹനം നേരെ ആകുന്നിടം വരെ നിങ്ങൾ അവരുമായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യണം, ഒന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന പറഞ്ഞതുപോലെ ഒന്ന് അന്ന് അനങ്ങോട്ട് കൊണ്ടുവരണം. താഴോട്ടും മുകളിലോട്ടും പതിയെ പതിയെ നാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പേടികൾ മാറിയെടുക്കാനുള്ളതേ ഉള്ളൂ. പറഞ്ഞാൽ സാധനം മനസ്സിലായി വിചാരിക്കുന്നത്. അതായത് നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ഇടുങ്ങിയ സ്ഥലത്ത് നിന്ന് എടുക്കുന്ന സമയത്ത്, കാർ പോർച്ചിങ് എടുക്കുന്ന സമയത്ത്, റിവേഴ്സ് എടുക്കുന്ന സമയത്ത് എടുത്തോണ്ട് റോഡ് ക്ലച്ച് എന്ന്. അതുകൊണ്ടാണ് നമുക്ക് കൺട്രോൾ, കാരണം ഇവിടെ എല്ലാം നമ്മൾ ഈ ക്ലച്ച് എന്ന് എടുക്കുന്ന സമയത്തെല്ലാം നമുക്ക് സ്പേസ് കുറവാണ്. അപ്പൊ ക്ലച്ച് നമ്മൾ പെട്ടെന്ന് ഇവിടെ എഴുതുന്ന എപ്പോഴായിരിക്കും, ഗിയറുകൾ നമ്മൾ എപ്പോഴും മാറ്റുമ്പോഴായിരിക്കും നമ്മൾ ക്ലച്ച് ഇങ്ങനെ എടുത്തോണ്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കാതെ തന്നെ പതിയെ പതിയെ എടുത്ത് മാറുന്നത്. അതേ സമയത്ത് നമുക്ക് തിരിയേണ്ട സ്ഥാനത്തും ഇതെല്ലാം നമ്മൾ എവിടെ വെച്ചോണ്ടാ, ഈ ക്ലച്ച് നമ്മൾ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പൊ ക്ലച്ചിന്റെ കൺട്രോൾ നിങ്ങൾക്ക് കൺട്രോൾ കിട്ടാത്തതിന്റെ കാരണം ആ ക്ലച്ച് നിങ്ങൾ താത്ത് പിടിക്കാൻ വേണ്ടി ആ ഒരു ബാലൻസ് കിട്ടാത്തതുകൊണ്ടാണ്. അപ്പൊ കാര്യങ്ങൾ പറഞ്ഞതൊക്കെ വ്യക്തമായി മനസ്സിലാക്കി ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്. എങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടിയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. പലരും നമ്മളെ മടിപ്പിക്കും, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് എടുത്തതിന് ശേഷം നിങ്ങളുടെ പ്രാക്ടീസിന് പോയതല്ലേ, പ്രായം കൊണ്ടാണ് നിർത്തിക്കും. നമ്മുടെ ചുറ്റിന് നോക്കിയാൽ തന്നെ അറിയാം 75-80 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ലൈസൻസും കൈവച്ച് വാഹനം വീട്ടിലുണ്ടായിട്ട് എന്തുകൊണ്ട് പേടിച്ചിരിക്കുന്നു? നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്റെ ജില്ല ഏതാണ് കരുതണ്ട, പലരും ഇപ്പോഴും വിളിച്ചു ചോദിക്കണം എന്റെ ജില്ല. നിങ്ങൾ കേരളത്തിന്റെ അങ്ങേയറ്റമായ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിന്റെ ഇടയിലുള്ള ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം ഭാഗത്ത് വന്ന് ഞാൻ പ്രാക്ടീസ് നടക്കുന്നത്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഈ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയതുള്ള കമന്റായിട്ട് തന്നെ രേഖപ്പെടുത്താം. ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് ആ കമന്റായിട്ട് വന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്ന തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയെന്നുള്ളതും അത് കമന്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.